ഇന്നത്തെ മോർണിംഗ് ടാസ്ക്കാണ്. ബിഗ് ബോസിനെ കുറിച്ച് ഒരു നല്ല കാര്യവും ഇഷ്ടപ്പെടാത്ത ഒരു കാര്യവും ഓരോരുത്തരായി വന്ന് പറയാനായിരുന്നു ടാസ്ക്. അനിമോളാണ് വരുന്നത്. അനിമോൾ പറയുന്നത്, എനിക്ക് ബിഗ് ബോസിൻ്റെ സൗണ്ട് ഇഷ്ടമാണ്, ആ സൗണ്ടിനെ ഞാൻ പ്രണയിക്കുന്നു എന്ന് പറയും. ഉടനെ ആര്യൻ വിളിച്ച് പറയും, ഞാനും പ്രണയിക്കുന്നു. നീ എന്തിനാണ് പ്രണയിക്കുന്നത്, പെൺപിള്ളേർക്കുള്ളതായിരുന്നു പറയുന്നത്. അപ്പോൾ എന്താ ആണുങ്ങൾ പ്രേമിച്ചാൽ പറ്റത്തില്ലെന്ന് ചോദിക്കുന്നത്. അപ്പം അനിമോൾ പറയുന്നത്, എനിക്ക് ആ സൗണ്ട് ഇഷ്ടമാണ്. അപ്പോൾ എല്ലാവരും ചിരിക്കുന്നത്. അപ്പം അനിമോൾ പറയുന്നത്, എന്തിനാണ് എല്ലാവരും ചിരിക്കുന്നത്, കളിയാക്കുന്നത്? ഞാൻ കാര്യമായിട്ട് പറഞ്ഞാൽ, ഞാൻ സത്യമാണ് പറഞ്ഞത്, എനിക്ക് ആ സൗണ്ടിനെ എനിക്കിഷ്ടമാണ്. അത് ആരാ എന്താണെന്നൊന്നും എനിക്കറിയണ്ട. എനിക്ക് ബിഗ് ബോസിൻ്റെ ആ സൗണ്ട് കേൾക്കുമ്പോൾ എൻ്റെ അടിവയറ്റിൽ ഒരു മഞ്ഞ് വീഴുന്ന പോലെയാണ്. ആ സൗണ്ടിനെ ഞാൻ പ്രണയിക്കുന്നു എന്ന് പറയുന്നു. നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ ഡൗൺ ആയി നിൽക്കുന്ന സമയത്ത് ബിഗ് ബോസ് കൺവെൻഷൻ റൂമിൽ വിളിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഒരുപാട് മോട്ടിവേറ്റ് ചെയ്ത് നന്നായിട്ട് കളിക്കണം, കോൺഫിഡൻസ് ആയിട്ട് നിൽക്കണം എന്നൊക്കെ പറയുമ്പോൾ നമുക്കെന്തോ ആ സൗണ്ടിനെ ഞാൻ ഇഷ്ടപ്പെടുന്നു. അത് സത്യമാണ് ഞാൻ പറഞ്ഞത്. ഇഷ്ടപ്പെടാത്ത കാര്യം എന്താണെന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയുന്നു. പിന്നെ അപ്പം 100 വിളിച്ച് പറയുന്നത്, അനിമോളെ എന്ന് പറയുമ്പോൾ അനിമോൾ പറയുകയാണ്, ചില ആൾക്കാരോട് ബിഗ് ബോസിനൊരു ഫേവറിസം തോന്നിയിട്ടുണ്ട്, അതേ ഉള്ളൂ എന്ന് പറയുന്നു. അത് ആരാണെന്ന് ചോദിക്കുമ്പോൾ പറയുന്നത്, അതിവിടെ ഉള്ളവരും ഉണ്ട്, ഇവിടുന്ന് പോയവരും ഉണ്ടെന്ന് പറയുന്നത്. അപ്പോൾ അനീഷയോട് തന്നെ ചോദിക്കുന്നത്, ഈ വീട്ടുകാർ വന്നപ്പോൾ പറഞ്ഞു തന്നെയാണോ എന്ന്. അപ്പോൾ അനിമോൾക്ക് ദേഷ്യം വരുന്നത്, താൻ എന്തുവാണോ ഈ പറയുന്നത്, എല്ലാത്തിനും വീട്ടുകാരെ കയറി പിടിച്ചോ എന്ന് പറയുന്നത്. അനിമോളിൽ നിന്ന് അനീഷ് ഒട്ടും പ്രതീക്ഷിച്ചില്ലെന്ന് തോന്നുന്നു. അനീഷ് പെട്ടെന്ന് സൈലൻ്റ് ആവുന്നു. അനിമോൾ അത്ര ദേഷിച്ചൊരു മറുപടി പറയുമെന്ന് അനീഷ് പ്രതീക്ഷിച്ചില്ല. അതുകൂടെ അനീഷ് സൈലൻ്റായി. അടുത്തൊരു ലൈവ് അപ്ഡേറ്റുമായിട്ട് ഞാൻ വേഗം വരാം. പെട്ടെന്ന് എൻ്റെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ കാണുന്നവരെല്ലാം എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോണേ. പുതിയ ചാനലാണ്, സപ്പോർട്ട് ചെയ്യണേ.